കുടുംബജീവിതം മനോഹരമാകണമെങ്കിൽ ഞാൻ എൻ്റെ എന്ന രീതിയിൽ നിന്ന് മാറി നമ്മുടെ ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ്. പലപ്പോഴും സംഭവിക്കാറുള്ളത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ കംഫർട്ട് സോൺ, എൻ്റെ ഒരു ഫ്രെയിം, അതാണ് എപ്പോഴും നമുക്ക് തടസ്സമായിട്ട് നിൽക്കാറുള്ളത്. രണ്ട് കൂട്ടർക്കും അതെ, ഭാര്യയ്ക്കും അതെ, ഭർത്താവിനും അതെ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വളരുമ്പോഴാണ് ഒരു കുടുംബം സന്തോഷകരമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ എളുപ്പമുണ്ട്. ചിലപ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ, നിൻ്റെ പൈസ കൊണ്ട്, എൻ്റെ പൈസ കൊണ്ട് എന്നൊക്കെ. ചെറുപ്പം മുതലേ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. എന്നെ പലപ്പോഴും ഞങ്ങൾ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ, എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്ന് പറയാൻ ഒരുപക്ഷെ ആ ഒരു നമ്മുടെ എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, ഒരു മനോഭാവത്തിൽ മാത്രമേ ഒരു കുടുംബം വളരെയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു ഭാഗിച്ച് നിൽക്കുന്ന, വിഭജിച്ച് നിൽക്കുന്നൊരവസ്ഥ പോലെ നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്, ഡിസഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ യോജിപ്പിക്കാൻ പറ്റുന്നൊരു മനസ്സിനെ വിളിക്കുന്ന ഒരവസ്ഥയെ വിളിക്കുന്നതാണ് നമ്മുടേതെന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത ഉറപ്പായിട്ടും ഉണ്ടാകട്ടെ. നമ്മുടേതെന്ന് ചിന്തിക്കാൻ കഴിയുന്ന, നമ്മുടെ സ്വന്തമെന്ന് പറയാൻ കഴിയുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നതും.